അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയ സുഹൃത്തുക്കളെ, ഇനി മുസ്തഫക്ക് പിടിക്കാത്ത മറ്റൊരു ഹദീസ്. ഇമാം ബുഖാരി ബാബു ഖുറൂജിൻ നിസായി ഇലൽ ബറാസ് എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ബറാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിപ്രദേശം, വെളിക്ക് പോവുക എന്നാണ്. വെളിപ്രദേശത്തേക്ക് പോവുക അല്ലെങ്കിൽ വെളിക്ക് പോവുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസിൽ പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഇത് ഉദ്ധരിക്കുന്നത്. ഇമാം ബുഖാരി 146 നമ്പറായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. 146, 147, 47, 95, 52, 37, 62, 40 ഈ നമ്പറുകളിലൊക്കെ ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ചിലയിടത്ത് അതിൻ്റെ ചില ഭാഗങ്ങളായിരിക്കും ഉദ്ധരിച്ചിട്ടുണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പറയുന്നത് ഇന്ന അസ്വാജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്ന യഖ്റുജ്ന ബില്ലൈലി ഇദാ തബറസിന ഇലൽ മനാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവർ വെളിക്ക് പോകുമ്പോൾ അവർ മനാസിയിലേക്കാണ് പോയിരുന്നത്. രാത്രിയാണ് അവർ പോയിരുന്നത്, മനാസിയിലേക്കാണ് പോയിരുന്നത്. എന്താണ് ഈ മനാസി എന്ന് പറഞ്ഞാൽ? വഹുവ സഈദുൻ നഫിയഹ്, വിശാലമായ മരുഭൂമിയാണ്, അല്ലെങ്കിൽ വിജനപ്രദേശമാണ്. അപ്പോൾ കാന ഉമറു യഖൂലു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാറുണ്ടായിരുന്നു, ഉഹ്ജുബ് നിസാഅക, പ്രവാചകരെ അങ്ങയുടെ ഭാര്യമാരെ മറക്ക് ഉള്ളിലാക്കണം, എന്നാൽ അവരെ പുറത്തേക്ക് ഇങ്ങനെ വിടരുത് എന്ന് പറയാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റാളുകൾക്ക് അവരെ കാണാൻ പാകത്തിൽ പുറത്തിറങ്ങാൻ അനുവദിക്കരുത് എന്ന് പറയാറുണ്ട്. ഫലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ പറഞ്ഞ ഈ നിർദ്ദേശം നബി പ്രാവർത്തികമാക്കിയിരുന്നില്ല. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഖറജത്ത് സൗദത്തു ബിൻതു സംഅ സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ മിനൽ ലയാലി ഇഷാൻ. ഒരു രാത്രി സൈനബ് സൗദ ബിൻതു സമ്മ, നബിയുടെ ഭാര്യ സൗദ ബിൻതു സമ്മ ഇങ്ങനെ പുറത്തു പോയി. കാനത്ത് ഇമ്രാത്തൻ തൊവീലത്തൻ, സൗദ കുറച്ച് കിളരം കൂടിയ ഒരു സ്ത്രീയായിരുന്നു. ഫനാദാഹ ഉമറു, അപ്പോൾ ഉമർ അവരെ വിളിച്ചു. കത് അറഫിനാക്കിയ സൗദ, സൗദ നിന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹിർസൻ അല അന്ന റസൂലല്ലാഹി ഹിർസൻ അല യൻസിലൽ ഹിജാബു, ഹിജാബ് ഇറങ്ങാൻ താല്പര്യപ്പെട്ടുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അൻസലല്ലാഹുൽ ഹിജാബ്, അങ്ങനെ അള്ളാഹു ഹിജാബിൻ്റെ ആയത്ത് ഇറക്കി എന്നാണ് ഹദീസിലുള്ള പരാമർശം. ഇതിനെ സംബന്ധിച്ച് മുസ്തഫ പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു നബിയെ മര്യാദ പഠിപ്പിക്കുമായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. മാത്രമല്ല മുസ്തഫ പറയുന്ന മറ്റൊരു സംഗതി, നബിയുടെ ഭാര്യമാർ രാത്രി സമയത്ത് മൈതാനിയിൽ ഇറങ്ങിയിട്ട് എല്ലാവരും കൂടി മൈതാനിയിൽ ഇറങ്ങിയാണ് ഇരിക്കുമായിരുന്നു എന്നാണ്. ഇവിടെ മനാസ് എന്ന് പറഞ്ഞാൽ, ബിറാസ് എന്ന് പറഞ്ഞാൽ, യതബറസിന എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ അർത്ഥം എന്താണ്? അത് മുസ്തഫക്ക് അറിയാത്തത് കൊണ്ടാണോ മുസ്തഫ ബോധപൂർവ്വം മറച്ചു വെച്ചതാണോ? ഈ ഹദീസിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അവർക്ക് മലവിസർജനത്തിന് ആവശ്യം നേരിടുമ്പോൾ അത് രാത്രി സമയത്താണ് അവർ ചെയ്തിരുന്നത് എന്നതാണ് ഒന്ന്. അത് ചെയ്തിരുന്നത് തന്നെ മരുഭൂമി വിജനപ്രദേശത്തേക്ക് പോയിട്ടാണ്. ആ വിജനപ്രദേശത്ത് അവർ പോകുന്ന സ്ഥലത്തിനാണ് ഇവിടെ മനാസ് എന്ന്, മൻസ എന്നതിൻ്റെ ബഹുവചനമായിട്ടുള്ള മനാസ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. മനാസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഷാർത്ഥം എന്താണ്? അത് വിശാലമായിട്ടുള്ള മരുഭൂമി അല്ലെങ്കിൽ വിജനപ്രദേശം എന്നാണ്.
കേവലം ഒരു പദത്തിൻ്റെ അർത്ഥം മാത്രം വച്ചിട്ട് ഹദീസിനെ തള്ളിക്കളയുകയും അത് സ്ത്രീവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുകയും ചെയ്യാന്നുള്ളത് നമ്മളെ മുസ്തഫയുടെ ഒരു സ്ഥിരം സ്വഭാവമായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഷയിലെ ഏതൊരു പദത്തിനും ഭാഷയിലൊരർത്ഥം ഉണ്ടാവും. അത് ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ അതിന് സാങ്കേതികമായി അല്ലെങ്കിൽ സാഹചര്യവുമായിട്ട് ഒരർത്ഥം ഉണ്ടാവും. ഇത് രണ്ടും വേർതിരിച്ച് കാണുകയും അതങ്ങനെ തന്നെ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾ താൻ പറയുന്ന സംഗതികളിൽ വൈജ്ഞാനികമായ സത്യസന്ധത പുലർത്തുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾ കാപഢ്യവും അതുപോലെ തന്നെ വഞ്ചനയും കൈക്കൊള്ളുന്നു എന്നാണ് ഇതിനെപ്പറ്റി പറയേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഖുർആനിൽ നിന്നെടുത്താൽ ഖുർആനിൽ 2 സ്ഥലത്ത് വുളു ഉണ്ടാക്കണതിനെ സംബന്ധിച്ച് തയമ്മും സംബന്ധിച്ചൊക്കെ പരാമർശിച്ചപ്പോൾ, അതായത് കുളി ഇതിനെപ്പറ്റി പരാമർശിച്ചപ്പം അവിടെ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് ഔ ജാ അഹദും മിൻകും മിനൽ ഗായിത്തി എന്നാണ്. നിങ്ങളിലൊരാൾ ആരെങ്കിലും ഗായിത്തിൽ നിന്ന് വന്നാൽ, ഗായിത്ത് പറഞ്ഞാൽ എന്താണ്? ഗായിത്ത് പറഞ്ഞാൽ ഭൂമിയിലെ കുഴിഞ്ഞ പ്രദേശം, താണ പ്രദേശത്തിനൊക്കെ പറയാവുന്നൊരു പ്രയോഗമാണ് ഗായിത്ത് എന്നുള്ളത്. പക്ഷെ ഖുർആൻ ഇത് പ്രയോഗിച്ചത് ഏതർത്ഥത്തിലാണ്? താഴ്ന്ന പ്രദേശം അല്ലെങ്കിൽ കുഴിമ്പാട് എന്നുള്ള അർത്ഥത്തിലാണോ? മനുഷ്യൻ മലവിസർജനത്തിന് പോകുന്ന പ്രദേശം എന്ന അർത്ഥത്തിലാണ് ഖുർആൻ അത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മുസ്തഫൻ്റെ ഭാഷ അനുസരിച്ച് ഖുർആൻ മനുഷ്യനെ കളിയാക്കുകയാണ്. കാരണം ഭൂമിയിൽ കുറഞ്ഞ് താഴ്ന്ന പ്രദേശത്ത് പോയാൽ അവൻ വുളു ഉണ്ടാക്കണം. വുളു ഉണ്ടാക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കുളിക്കേണ്ടി വന്നാൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തയമ്മും ചെയ്യണം എന്നാണ് പറഞ്ഞതെന്ന് പറയേണ്ടി വരും. അതാവട്ടെ ഖുർആൻ ഉദ്ദേശിച്ച ഉദ്ദേശത്തിന് വിരുദ്ധമാണ്. ആ പദം അന്ന് തൊട്ട് ഇന്ന് വരെ അറബി ഭാഷയിൽ പ്രയോഗിച്ചു വരുന്ന പ്രയോഗത്തിനും വിരുദ്ധമാണ്. ഇതാണ് ഇവിടെ മുസ്തഫ മനാസിർ എന്ന പദത്തിൻ്റെ കാര്യത്തിനും സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഇതേ കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ച് മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ പറഞ്ഞു വരുത്തിയിട്ടുള്ള പൂരാദിയുമായി ബന്ധപ്പെട്ട് അവിടെയും പറയുന്നുണ്ട്. അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന സംഗതി, ഞാനും മിസ്താഹിൻ്റെ മാതാവും ഉമ്മു മിസ്താഹും, ഞാൻ രാത്രിയിൽ വിസർജനത്തിന് പോകുമ്പോൾ ഉമ്മു മിസ്താഹ് എൻ്റെ കൂടെ വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് രാത്രിയിൽ പോകേണ്ടി വന്നത്? അവർ പറയുന്നത് ഇത് നേരത്തെ അറബികളുടെ രീതി അതായിരുന്നു. വീടിൻ്റെ അടുത്ത് കക്കൂസ് ഉണ്ടാക്കുന്ന രീതി അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുള്ളതെന്നാണ്. അത് ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമായി പറയുന്നൊരു സംഗതിയാണ്. അവിടെയും ഈ മനാസി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ മനാസിയിലെടുത്തിട്ടാണ് മൂപ്പര് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ പുറത്ത് ഗ്രൗണ്ടിൽ പോയിട്ട് സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ മുസ്തഫൻ്റെ ആ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മര്യാദ പഠിപ്പിക്കുമായിരുന്നുവോ അതോ ഇതിൽ മറ്റ് വല്ല പാഠങ്ങളുമുണ്ടോ എന്ന് പരിശോധിച്ചാൽ, ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളുടെ നേതാവാണ്. ഈ നേതാവ് തൻ്റെ അനുയായികളോട് എത്ര ഉദാരമായിട്ടാണ് വർത്തിച്ചിട്ടുള്ളതെന്നും ആ അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് പെരുമാറിയിട്ടുള്ളതെന്നും മനസ്സിലാക്കാവുന്ന നല്ലൊരു സംഭവമാണിത്. കാരണം നേതാവിനോട് ഒരു അനുയായി ആവശ്യപ്പെടുകയാണ്, താങ്കളുടെ ഭാര്യമാർ അവർ മറ്റുള്ളവർ കാണും വിധത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് തടയണം, അതിന് നടപടിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉമറിനെ ശാസിക്കുന്നില്ല, അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നില്ല. ഉമറിനോട് ഉമറെ എൻ്റെ കാര്യം നോക്കിക്കോ, ഇത് എൻ്റെ കുടുംബക്കാരെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു വാക്കു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രയോഗിക്കുന്നില്ല. നബി അത് കേൾക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന വരാത്തത് കൊണ്ട് നബി അതിൽ നടപടിയെടുക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ പ്രയോഗമനുസരിച്ച് വസുവാജുഹു ഉമ്മഹാത്തുഹും, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ നിങ്ങളുടെ മാതാക്കളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ
വിശ്വാസ സമൂഹത്തിലെ ആളെന്നുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ മാതാവാണ് സൗദ ബിന്ത് സമ്മ. പക്ഷേ ആ സമ്മയോട് റളിയല്ലാഹു അൻഹു പിന്നെ സൗദ നിന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? നിങ്ങൾ നബിയുടെ ഭാര്യമാർ ഈ രീതിയിൽ പിന്നെ മറ്റുള്ള ആളുകൾ കാണുന്ന രീതിയിലേക്ക് പുറത്തിറങ്ങരുതെന്ന് അവരെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരാൾക്ക് തൻ്റെ മാതാവിനെ അല്ലെങ്കിൽ ആ മാതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളെ ഉപദേശിക്കാമോ? അതും ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഒരു ഗുണകരമല്ലാത്ത സംഗതിയാണെന്ന് തനിക്ക് ബോധ്യമുള്ളൊരു സംഗതി, അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല, എന്നാൽ പോലും അത് മറ്റുള്ളവരെ അതെത്ര ഉയർന്ന ആളാണെങ്കിലും അവരോട് പറയുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് ഇവിടെ ഇസ്ലാം ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഗതികളെ മറച്ചു വച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗുണപാഠങ്ങളെ മറച്ചു വച്ചുകൊണ്ടാണ് മുസ്തഫ ഇത്തരത്തിലുള്ള പിന്നെ വാക്കുകളുടെ അർത്ഥം മാറ്റി പറയുന്നു, എന്നിട്ട് പിന്നെ ഹദീസിനെ തള്ളാൻ അതൊരു കാരണമായി തീരുന്നു, പിന്നെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത്. അതോടൊപ്പം അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു സംഗതിയുള്ള എന്താണ്, പുരുഷനും സ്ത്രീയും. ഇപ്പോൾ ഇസ്ലാമിൻ്റെ എതിരാളികൾ പറയാറുള്ളത് പിന്നെ ഇസ്ലാം സ്ത്രീകളെ വീട്ടിലിരുത്തുന്നു, അല്ലെങ്കിൽ അവരെ പുറം ലോകം കാണാൻ അനുവദിക്കില്ല എന്നൊക്കെയാണല്ലോ. ഇതിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു സംഗതി, സ്ത്രീയും പുരുഷനും അവർക്ക് സംഗതികൾ, ആവശ്യമുള്ള സംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് ഒരു വിരോധമില്ല എന്നുള്ള മറ്റൊരു പാഠവും കൂടി ഹദീസ് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു സൗദയോട് ഇത് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതറിയുന്നുണ്ട്. കാരണം സൗദൻ്റെ നബിയോട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിനോട് പറഞ്ഞു, ഉമറാജി പെണ്ണുങ്ങളോട് സംസാരിക്കരുതെന്ന്. നബി അത് വിലക്കിയിട്ടില്ല, അത് ഖുർആനും വിലക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ അത് അനുവദനീയമായിട്ടുള്ള സംഗതിയാണ്. ഈ പറയുന്ന കാര്യം മറ്റവർക്ക് ബോധിച്ചിട്ടുണ്ടോ അല്ല എന്നുള്ളതല്ല ഇതിൽ പ്രശ്നം. തനിക്ക് അത് ഗുണകരമല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറയാനും സ്ത്രീകളോട് സംസാരിക്കാനും ഒക്കെ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനുള്ള മറ്റൊരു പാഠം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇതിലുള്ള മറ്റൊരു സംഗതി എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു ഇത് നബിയോടും നബിയുടെ ഭാര്യമാരോടും ഇതൊക്കെ പറയണത് നബിയെയോ നബിയുടെ ഭാര്യമാരോടെയോ ഇകഴ്ത്തി കാണിക്കാനോ അപമാനിക്കാനോ അല്ല. കാരണം ഉമറിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു സമീപനം ഉണ്ടാവില്ല എന്നുള്ളത് ഉമറിനെ അറിയുന്നവർക്കറിയാം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയുടെ ഭാര്യമാരോടുള്ള ഗുണകാംക്ഷയുടെ പേരിലാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതിനുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപാഠങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഹദീസാണ് ഇവിടെ മുസ്തഫ സ്ത്രീ വിരുദ്ധം അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ബുഖാരി അല്ലെങ്കിൽ മുസ്ലിം മുഹദ്ദിസുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത്. അപ്പോൾ എന്താണ് വസ്തുത എന്നും ഏതാണ് ഗുണമെന്നും പിന്നെ അതിനെന്തൊക്കെ ഗുണപാഠങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും ചിന്തിക്കേണ്ട കാര്യം മുസ്തഫക്കില്ല. മുസ്തഫക്ക് തോന്നിയതുപോലെ പറയാൻ ആണ് മുസ്തഫ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ മുസ്തഫ സ്വീകരിക്കുന്ന ഒരു പിന്നെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ ഗുണകരമായിട്ടുള്ള സംഗതി പിന്നെ പറയുമ്പോൾ അത് പെണ്ണുങ്ങളെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയും. മറ്റൊരു രീതിയിൽ പറയുമ്പോൾ അത് നബിയെ അപമാനിക്കാൻ വേണ്ടി എന്ന് പറയും. ഇങ്ങനെ ഈ അപമാനത്തെ മാത്രം ദോഷൈകതർക്കായിട്ട് മാത്രം കാര്യങ്ങളെ കൈയാളുന്ന ഒരു രീതിയാണ് ഇതിലൊക്കെ മുസ്തഫയും മുസ്തഫൻ്റെ ആളുകളും കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അവരതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതവർ നിർത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് മുസ്തഫയുടെ ഇത്തരത്തിലുള്ള ഈ പിന്നെ വാചാടോപങ്ങളിൽ അല്ലെങ്കിൽ ഈ പൊളിവചനങ്ങളിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. മുസ്തഫയുടെ പണി തുടരും. അത് അയാൾ വേറെ നിലക്ക് തീരുമാനിച്ചിട്ടുള്ള സംഗതിയാണ്. അയാൾക്ക് അതിനുള്ള ജനപിന്തുണയും പിന്നെ മറ്റ് പിന്തുണയും ഒക്കെ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ചെയ്യും. അതുമാത്രമേ മുസ്തഫയ്ക്ക് ലക്ഷ്യമുള്ളൂ. ഇസ്ലാമിനെ പിന്നെ ഇകഴ്ത്തിയിട്ടാണെങ്കിലും തൻ്റെ കാര്യം നടന്നുള്ളതാണ് മുസ്തഫയുടെ താല്പര്യം. അല്ലാതെ ഹദീസ്
പിന്നെ കുറ്റവും കുറവുമല്ല യഥാർത്ഥത്തിൽ മുസ്തഫയെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.